ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ചൊല്ലാം രസിക്കാം മലയാള കവിതകളുടെ ചൊൽവഴികൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത്. പഠനത്തിന്റെയും പരീക്ഷകളുടെയും തിരക്കൊഴിഞ്ഞ് വീണ്ടും ഒരു അവധിക്കാലം. കളികൾക്കൊപ്പം വായനയുടെയും എഴുത്തിന്റെയും വരകളുടെയും വർണ്ണലോകങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലാൻ, അതിലൂടെ അവധിക്കാലം കൂടുതൽ ആനന്ദകരമാക്കുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കഴിയണം. കവിതകളാലും പാട്ടുകളാലും സമ്പന്നമായ നമ്മുടെ സാഹിത്യത്തിലെ ആ നീർപ്പളുങ്കുകൾ കോരിയെടുക്കുവാനും അതിൻ്റെ കുളിരിൽ ലയിക്കുവാനും കൂടിയുള്ളതാകണം ഈ ദിനങ്ങൾ. പാഠപുസ്തകങ്ങളിലൂടെ പരിചയപ്പെട്ട നിരവധി കവിതകൾ വായിച്ചും ചൊല്ലിയും കേട്ടും ആസ്വദിക്കുകയും മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മലയാളത്തിൻ്റെ കാവ്യാരാമത്തിലെ വർണ്ണശലഭങ്ങളായി മാറണം. കവിതയ്ക്കും പാട്ടിനും ഇടയിലുള്ള വരമ്പ് വളരെ നേർത്തതാണ്. കവിതകൾ പലപ്പോഴും പാട്ടായും പാട്ടുകൾ പലപ്പോഴും കവിതയായും നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടുതന്നെയാണ്. കവിതയുടെ ആസ്വാദനത്തിൽ ചൊല്ലലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. സാധാരണക്കാരായ ജനതയുടെ നാവിൻ തുമ്പിലൂടെ ഒഴുകിയിറങ്ങിയ നാടൻ ശീലുകളാണല്ലോ നമ്മുടെ കാവ്യ സംസ്കാരത്തിൻ്റെ ആദ്യ രൂപങ്ങൾ. താളാത്മകമായ നാടൻ പാട്ടുകൾ കവിതകളുടെ രൂപത്തിലേക്ക് മാറുന്ന ആദ്യകാലങ്ങളിൽ അവയെല്ലാം പാട്ടുകളായി തന്നെ നിലനിന്നിരുന്നു. കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, വഞ്ചിപ്പാട്ട്, അങ്ങനെ താളവും ഈണവും ഇഴുകിച്ചേർന്ന ആ പാട്ടുകൾ പാടിയും കേട്ടും വളർന്നു വന്ന തലമുറയിലൂടെ പടർന്നു പന്തലിച്ച മലയാള കവിതകൾ താളവും ഈണവും കൊണ്ട് സമ്പന്നമായി നിൽക്കുന്നു. 15-ാം നൂറ്റാണ്ടിലുണ്ടായ കൃഷ്ണഗാഥയിലൂടെയാണ് സാഹിത്യത്തിൻ്റെ താളവും ഈണവും മലയാളികൾ നന്നായി ആസ്വദിക്കാൻ പഠിച്ചത്. ഇന്ദിര തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ എന്നിങ്ങനെ താരാട്ടിൻ്റെ ഈണം ഈ ത്രിശ്രഗതി മലയാള കവിതകളിലെയും പാട്ടുകളിലെയും ഏറ്റവും ജനസമ്മതിയുള്ള താളമായി മാറി. എന്നിങ്ങനെ രാജ്ഞി പാടിയ താരാട്ടിൻ്റെ താളക്രമത്തിന് ഗാഥാവൃത്തം എന്നും മഞ്ചരി വൃത്തം എന്നും പിൽക്കാലത്ത് പേര് ലഭിച്ചു. പിന്നാലെ വന്ന കവികളിൽ അധികം പേരും ഈ താളത്തിൻ്റെ ആരാധകരായി മാറി. ഗാഥയുടെ താളത്തിലുള്ള വരികളിൽ വളരെ വ്യത്യസ്തമായ ഈണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമ്മുടെ സംഗീതജ്ഞന്മാർ നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. വാതിൽ പഴുതിയിലൂടെൻ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനം വാതിൽ പഴുതിയിലൂടെൻ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ എന്നിങ്ങനെ മഞ്ചരിയുടെ താളത്തിൽ തന്നെയാണ് കവി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നീനച്ചു പോയി. ഓടണ്ട ഓടണ്ട ഓടിത്തളരേണ്ട ഉമന പൂമുഖം വാടിയിടേണ്ട തുടങ്ങിയ പ്രസിദ്ധ ഗാനങ്ങളെല്ലാം മഞ്ചരിയുടെ ചൊൽവടിവിൽ എഴുതിയിട്ടുള്ളവയാണെന്ന് കാണാം. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ നിരവധി ഗാനങ്ങൾ കൃഷ്ണഗാഥയിലൂടെ തെളിഞ്ഞു വന്ന താരാട്ടിൻ്റെ നാടൻ താളം അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ളവയാണെന്ന് കാണാം. ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റ് ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കണേ. കൃഷ്ണഗാഥ പാട്ടുരീതിയിലുള്ള കൃതിയായതുകൊണ്ട് തന്നെ താരാട്ടിൻ്റെ ഈണത്തിലോ മറ്റ് ഈണങ്ങളിലോ ഒക്കെ നമുക്ക് ചൊല്ലി ആസ്വദിക്കാവുന്നതാണ്. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചെനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ
ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോവുന്നു തെന്നമ്മേ ചൊൽ. ഇതും മഞ്ചരി വൃത്തത്തിന് അനുഗുണമായ ഒരു ഈണം തന്നെയാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ വൃത്തത്തെ ഗൗരവ സ്വഭാവമുള്ള പല കവിതകളിലും കവികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ തനതു ഗാനരീതി വിട്ട് കവിതയുടെ ഭാവം ഉൾക്കൊണ്ട് ആശയവിനിമയം പൂർണ്ണമായും സാധിക്കുന്ന ആലാപന വഴികൾ അഥവാ കവിത ചൊല്ലൽ എന്ന രീതി സ്വീകരിക്കുന്നതാകും കൂടുതൽ നന്നാവുക. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന ഏറെ പ്രസിദ്ധമായ കവിത ഇതുപോലെ ആശയവ്യക്തത കേൾവിക്കാരിലേക്ക് കൂടി പകർന്നു നൽകാൻ ഉതകുന്ന രീതിയിൽ ചൊല്ലുമ്പോൾ കവിത കൂടുതൽ ജീവനുള്ളതായിത്തീരുന്നു. 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കവിത കൂടിയാണിത്. വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയും ഇതേ താളത്തിൽ തന്നെയാണ്. അമ്മ പറഞ്ഞതീനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരപ്പോയ കാലം, മാവേലി നാടുവാണിടും കാലം, പാടിപ്പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. 6ാം ക്ലാസ്സിൽ കൂട്ടുകാർ പഠിച്ചിട്ടുള്ള മഞ്ഞുതുള്ളിയും ഈ കൂട്ടത്തിലുള്ള കവിതയാണ്. പോകൊല്ലേ പോകൊല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞുതുള്ളികളെ, പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു കൽമുടി ചൂടിന റാണിമാരായി. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. 7ാം ക്ലാസ് പാഠാവലിയിലെ ഗ്രാമശ്രീകൾ എന്ന കവിതയിലും ഏറെ വ്യത്യസ്തമായ രീതികളിൽ ചൊല്ലി ആസ്വദിക്കാവുന്ന ഒരു കവിതയാണ് ഇത്. ഇങ്ങനെ ഗാഥാവൃത്തത്തിൽ രചിച്ചിട്ടുള്ള അഥവാ തക്കിട്ട താളത്തിലുള്ള മറ്റു കവിതകളും പാട്ടുകളും കണ്ടെത്തുകയും വ്യത്യസ്തമായ ഈണങ്ങളിൽ പാടുകയും ചൊല്ലുകയും ചെയ്ത് അവയുടെ പൊതുവായ സവിശേഷതകൾ തിരിച്ചറിയുകയും കവിതകൾ ചൊല്ലി ആസ്വദിക്കാനുള്ള ശേഷി നേടിയെടുക്കുകയും ചെയ്യാൻ കൂട്ടുകാരെല്ലാവരും ശ്രമിക്കുമല്ലോ. കവിതാസ്വാദനത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ തലമാണ് അതിൻ്റെ താളവും ഈണവും അടിസ്ഥാനമാക്കിയുള്ള ആലാപനം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ കവിതയുടെ ആശയവും അത് നൽകുന്ന ഭാവവും ഉൾക്കൊള്ളാതെ ഈണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആലാപനം പലപ്പോഴും കവിതയ്ക്ക് ഭൂഷണമായി തീരാറില്ല. കാവ്യാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ കാര്യം കവിതയുടെ സന്ദർഭവും ആശയവും വരികളുടെ അർത്ഥവും നന്നായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുന്ന ഭാവം തിരിച്ചറിയുക എന്നുള്ളതുമാണ്. മഞ്ചരി എന്ന ഗാഥാവൃത്തം പോലെ തന്നെ കവിതാസ്വാദകർക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു വൃത്തമാണ് മിശ്രനടയിലുള്ള അഥവാ തക്കിട തക്കധിമി എന്ന താളത്തിലുള്ള കേക. തോളത്തു ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുന്നു എന്ന് കാളകൾ എന്ന കവിതയിൽ കേകാവൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. തക്കിട്ട തക്കധിമി തക്കിട്ട തക്കധിമി തക്കിട്ട തക്കധിമി തക്കിട്ട തക്കധിമി എന്നതാണ് അതിൻ്റെ രീതി. എന്നാൽ വളരെ വികാരഭരിതമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കവിത കേകയുടെ അടിസ്ഥാന ഈണത്തിൽ ചൊല്ലുന്നതിനേക്കാൾ കവിതയുടെ ഭാവം അറിഞ്ഞ് ഉചിതമായ ഒരു ചൊല്ലൽ രീതി സ്വീകരിക്കുന്നതാകും കൂടുതൽ അഭികാമ്യം. തോളത്തു ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുന്നു. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടറ്റത്ത് വണ്ടിക്കൈയിലിരിപ്പൂ കൂനിക്കൂടി. ഇതുപോലെ ഒരു ചൊല്ലൽ രീതി സ്വീകരിക്കുന്നത്
കൂടുതൽ അനുയോജ്യമാകും. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ മാമ്പഴം എന്ന കവിതയും ഇതേ താളത്തിലുള്ളതാണ്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്ന പതിവ് രീതി വിട്ട് അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി എന്നിങ്ങനെ കവിത നൽകുന്ന വികാരത്തെ പ്രകടമാക്കുന്ന തരത്തിലുള്ള ആലാപന രീതി കവിതയെ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കും. എന്നാൽ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ വന്ദിപ്പിൻ വരദയെ എന്നിങ്ങനെ ഗാനരീതി സ്വീകരിച്ചാൽ മാതൃവന്ദനം പോലുള്ള വള്ളത്തോൾ കവിതകളും ആസ്വാദ്യകരമായി തീരും. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ അഥവാ നതോന്നത വൃത്ത വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. ആലാപന സൗകുമാര്യം കൊണ്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ആശാന്റെ കരുണ എന്ന കാവ്യവും ഈ മട്ടിലുള്ളതാണ്. സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയെൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി കാടു ചൊല്ലുന്നതാമെന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീ ഉൽപ്പലബാണൻ. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. കുട്ടിക്കവിതയുടെ താളവും ഈണവും നമുക്കൊക്കെ പരിചിതമാണല്ലോ. ഇതേ താളത്തിൽ ജി ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുള്ള കവിതയാണ് വാർമഴവില്ലേ. വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകൊളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ഈണങ്ങൾ കണ്ടെത്തി ഈ കവിതകളും ഒന്ന് ആലപിച്ചു നോക്കൂ. കിളിപ്പാട്ടുവൃത്തങ്ങളിൽപ്പെട്ട കാകളിയിലും കളകാഞ്ചിയിലുമുള്ള കവിതകളെല്ലാം വളരെ മനോഹരമായി ചൊല്ലി ആസ്വദിക്കാൻ കഴിയുന്നവയാണ്. ഭാഷയിലെ ഓരോ അക്ഷരങ്ങളുടെയും ഉച്ചാരണം കൃത്യമായി മനസ്സിലാക്കി അക്ഷരസ്ഫുടതയോടെ പദച്ചേർച്ചകൾ കൃത്യമായി മനസ്സിലാക്കി ചേർത്തുച്ചരിക്കേണ്ടവയെല്ലാം ചേർത്തും ഉചിതമായ സ്ഥാനങ്ങളിൽ മാത്രം മുറിച്ചും വരികൾക്കനുഗുണമായ ഭാവവും താളവും തിരിച്ചറിഞ്ഞ് ചൊല്ലി അവതരിപ്പിക്കുമ്പോഴാണ് പുസ്തകത്താളുകളിൽ ഉറങ്ങുന്ന കവിത ജീവൻ വച്ച് പറന്നുയരുന്നത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ആസ്വാദക മനസ്സിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് ആലാപനം അർത്ഥവത്തായി തീരുന്നത്. പാഠപുസ്തകത്തിലുള്ള കവിതകൾക്കപ്പുറം കൂടുതൽ കവിതകൾ വായിക്കുകയും ചൊല്ലി അവതരിപ്പിക്കുകയും ചെയ്ത് കവിതയെ സ്നേഹിക്കുന്നവരായി എല്ലാ കൂട്ടുകാരും മാറുക ഈ അവധിക്കാലം അതിനുള്ളതുകൂടിയാകട്ടെ. ചൊല്ലാം രസിക്കാം മലയാള കവിതകളുടെ ചൊൽവഴികൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത്. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.